പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിനിയും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ കോളേജിന് 75 വയസ്സാകാൻ പോവുകയാണ്. രാജ്യത്തിന് മഹാരഥന്മാരെ സംഭാവന ചെയ്ത നമ്മുടെ കോളേജ് രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പ്ലാറ്റിനം ആഘോഷങ്ങൾക്ക് നിങ്ങളുടെ കലാപരിപാടികൾ വർണ്ണം നൽകട്ടെ. നിങ്ങൾ കോളേജിൽ പ്ലാറ്റിനം ജൂബിലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ എന്താണെന്ന് ഉടൻ ഓഫീസുമായി അറിയിക്കുക എന്ന് അഭിമാനപൂർവ്വം ബെഞ്ചമിൻ ബ്രൂണോ. അല്ല ടീച്ചറെ, ഇത് കോളേജിന്റെ 75ാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയില്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇനി മിണ്ടാതിരുന്ന് നന്നായിട്ട് പഠിക്കാൻ നോക്ക് കേട്ടോ. ടീച്ചറെ, ഈ കുട്ടിയുടെ കയ്യക്ഷരം വളരെ മോശം, നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചറെ പഠിപ്പിച്ചോ നോക്കും. ശരി സാർ. ഞാനിവിടുത്തെ സീനിയർ പിയൂൺ ആയതുകൊണ്ട് ബഹുമാനത്തോടു കൂടി സാറെന്ന് പറഞ്ഞാണല്ലോ. അതെ. അല്ല, കളിയാക്കിയല്ലോ. പഠിക്കേ. അപ്പൊ പ്ലാറ്റിനം ജൂബിലിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് പ്രിൻസിപ്പൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. കഥകളിയോ? ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള മുട്ടായി ഉണ്ടല്ലേ, പക്ഷെ കപ്പലണ്ടി മുട്ടായിയുടെ അത്ര ടേസ്റ്റ് ഉള്ളൊരു മുട്ടായി വേറെ ഇല്ലല്ലോ അളിയ. നാരങ്ങ മുട്ടായി മാത്രമൊന്നുമല്ല, എൻ്റെ ഒക്കെ ചെറുപ്പത്തിലേ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു മുട്ടായി കിട്ടും, കടിച്ചാപ്പറച്ച്. കടിച്ചാപ്പറച്ച് തന്നെ വായിലിട്ട് കടിച്ചു കഴിഞ്ഞാൽ പല്ലിലൊട്ടി പിടിക്കും. ക്ലാസ്സിൽ പോകണം. അത് എപ്പോ കിട്ടുക മുട്ടായി? ഇപ്പൊ കിട്ടുമറിയില്ല. നീയൊക്കെ എവിടെ പോയി കിടക്കായിരുന്നടാ? കപ്പലിന്റെ വിട്ടാ വാങ്ങിക്കേ. അയ്യേ, കപ്പലിന്റെ വിട്ടായി കൊച്ചു പിള്ളേരെ പോലെ കപ്പലിന്റെ വിട്ടായി നിന്ന് നടന്നോ? നമ്മുടെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി വരാൻ പോണ്. ഓ, നമ്മുടെ കോളേജിന് 75 വയസ്സായി. അതാണ്ട പിള്ളേർക്ക് നോട്ടീസ് കൊടുത്ത് പരിപാടി ചെയ്യണവര് പ്രിൻസിപ്പായിട്ട് ബന്ധപ്പെടായി. അതിനാ പിള്ളേരൊക്കെ അവിടെ കൂടി നിൽക്കുന്നത്. പരിപാടി ചെയ്യാനുള്ള പരിപാടിയായി. അത് പരിപാടിയോ? പ്ലാനിങ് വല്ലതും ആയിരിക്കും. പ്ലാനിങ് പരിപാടി. എടാ, നമ്മൾ ഒറ്റക്കുന്ന ഒരു പരിപാടിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മറ്റേ സൈറ എമിലി ടീമില്ലേ, ഓരോ കൂടെ പരിപാടി എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും നോക്കാം. ഞാൻ അവളുമാരെ കൂടെ പരിപാടി ഞാനില്ല. നീ വേണമെങ്കിൽ പോ. അവനിവിടെ നിന്നോ, ഞങ്ങൾ നോക്കാം. അല്ല, അങ്ങനെയല്ല, ഞാൻ കൂടെ വരാം. എടി, എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ കൂടെ നമ്മുടെ ക്ലാസ്സിലുള്ളവർ മാത്രം മതി. ഇനിയിപ്പോ ആരാ പുതിയതായിട്ട് പറഞ്ഞേ? നമ്മളെ തന്നെ ധാരാളം. അത് മതി. എടി, പിന്നെ സെക്കൻഡ് ഇയർ പിള്ളേര് തിരുവാതിര കളിക്കുന്നുണ്ട്. നമുക്ക് എന്താ പരിപാടി? വെറൈറ്റി തന്നെ വേണം. ഒപ്പന കളിക്കുമോ? പിന്നെ ഒപ്പന നല്ല വെറൈറ്റിയാണ്. ഒപ്പന ചുമ്മാ കളിയൊക്കെ ശരിയല്ലേ? നിങ്ങൾക്കൊന്നും പറയാനും ഒപ്പന കളിക്കുന്നത്. ഞാൻ ഒരു ഐഡിയ പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്തായാലും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. വെറൈറ്റി ആയിട്ട് ഡാൻസോ മൈമോ അങ്ങനെ എന്തെങ്കിലും. പറയാൻ കാര്യം പറ. എന്റെ ഒരു കസിനെ വിളിച്ചിട്ട്, അയാൾ കോറിയോഗ്രാഫറാണ്, ടിവിയിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അയാളെ വിളിച്ചിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ? എല്ലാം എന്തെങ്കിലും അറിയാം അങ്ങേർക്ക്? അറിയാം. നീ ചുമ്മാരി നീ വിളിക്കും, ഞാൻ റെഡിയാ. അപ്പൊ നമുക്ക് അയാളെ വിളിച്ചിട്ട് എന്നാ തുടങ്ങേണ്ടത് ലിസ്റ്റ് കൊടുക്കണം. അതെ, ഇന്നാണ് ലാസ്റ്റ് പ്രിൻസിപ്പളിന്റെ ലിസ്റ്റ് കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം? ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. പ്ലാറ്റിനം ജൂബിലിയാണ് വരുന്നത്. നമ്മൾ ആരുടെ മുമ്പിലും മോശക്കാരാൻ പാടില്ല. അറിയാലോ, നമുക്ക് ഇവിടെ കോളേജിൽ ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ളതാ. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പരിപാടി ഗംഭീരാവും. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാ പരിപാടി കോളാവും. സത്യം. ഇങ്ങനെയൊക്കെ പറയുന്നത്. Stop this kind of nonsense. ചിരിക്കുന്നോ? നിങ്ങളൊന്ന് പോയേ, ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണത് അവിടെ. ഞങ്ങൾ വന്ന് നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. അത് വേണേ നമുക്കായാലോ? ചുമ്മാതിരിക്കും സേറ. അതൊന്നും വേണ്ട. നിങ്ങൾ പോന്നോ ഞങ്ങൾ പോണോ? നിങ്ങൾ പോണം. നമുക്ക് പോവാം. നിങ്ങൾ ആ റോഡിലോട്ട് ഇറങ്ങി വൈകിട്ട് അടിച്ച് പാടിക്കും. ആ പിള്ളേര് പറഞ്ഞതാണ് ശരി. എന്ത് ശരി? ആ റോഡിലോട്ട് ഇറങ്ങി വയറ്റത്തടിച്ച് പാടാം. പിന്നെ ഒരു മാപ്പിളപ്പാട്ട് പാടിയാ മതിയായിരുന്നു. അത് നടക്കും. എന്റെ അറഫന മുട്ട്. കരകാണ കടലിലെ മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കരകാണ കടലിലെ മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. ഇളം തെന്നലീണം പാടിവാ.